Archana from MS Solutions. ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ? യെസ്, എടാ മക്കളെ, 50+ മാർക്സ് ഷുവർ എന്ന തംബ്ലൈൻ കണ്ടുകൊണ്ടായിരിക്കും നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടാവും അല്ലേ? യെസ്, ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ മുഴുവൻ കാണുന്ന, അത് കണ്ടതിന് ശേഷം അത് നിർബന്ധമായിട്ടും പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും നാളത്തെ എക്സാമിന് 55 മാർക്കിൽ കൂടുതൽ കിട്ടും. ഇത് മിസ് വെറുതെ തള്ളല്ല, നിങ്ങൾ തന്നെ കൂട്ടിക്കോ. നിങ്ങളുടെ എക്സാമിന് നിർബന്ധമായിട്ടും വരുന്ന ചില ചോദ്യങ്ങളാണ് അതെ മിസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നിരാശയോട് കൂടി ഇറങ്ങേണ്ടി വരില്ല മക്കളെ. നമ്മൾ ചോദ്യത്തിന്റെ കൂടെ തന്നെ ഫോർമാറ്റും നിങ്ങൾക്ക് സെറ്റ് ആക്കി തരുന്നുണ്ട്. ഫോർമാറ്റ് ആദ്യം പറയുന്നു, ദെൻ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം ആ ഫോർമാറ്റിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്നും കൂടി മിസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ, നമുക്ക് പോയാലോ? യെസ്, അപ്പൊ ഈ ഒരു വീഡിയോയില് നമുക്ക് നിർബന്ധമായിട്ടും വരുന്ന ചോദ്യങ്ങളാണ്. ഏതൊക്കെയാണ് നോക്കിക്കേ. നമുക്ക് അനുച്ഛേദം എന്ന് പറഞ്ഞാൽ 4 മാർക്ക് അല്ലെ. ഏതെങ്കിലും ഒരു റൈറ്ററിന്റെ ഏതെങ്കിലും ഒരു കവിയുടെ പ്രൊഫൈൽ തരും, അത് നമ്മൾ അനുച്ഛേദാക്കി മാറ്റി എഴുതണം. നിർബന്ധമായിട്ട് വരും. എല്ലാ ചോദ്യ പേപ്പറിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ചോദ്യമാണ്. അതിനുശേഷം ചരിത്രപര ടിപ്പണി, ക്യാരക്ടർ സ്കെച്ച്, അഗൈൻ 4 മാർക്കിന് നമ്മളോട് ചോദിക്കും. നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിൽ നിന്നൊക്കെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇത്തവണയും പ്രതീക്ഷിക്കാം. അതിനുശേഷം ടിപ്പണി, ഏതെങ്കിലും ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ടിപ്പണി എഴുതാൻ നമ്മളോട് പറയും 4 മാർക്കിന്. അതിനുശേഷം ആസ്വാദന ടിപ്പണി, നിങ്ങൾക്ക് അറിയാലോ, കവിത പഠിക്കാനുണ്ട്. ഡെഫിനറ്റ്ലി കവിതയിൽ നിന്നും ഏതാണ് ചോദിക്കുക? ആസ്വാദന ടിപ്പണിയാണ്. അപ്പൊ അത് പഠിച്ചു പോവാൻ നിർബന്ധമാണ്. അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ 2-3 വർഷമായിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കവിത ഉണ്ടടാ, നമ്മൾ അത് പഠിക്കും. ഓക്കെ, അതിനുശേഷം പോസ്റ്റർ അല്ലെ. പോസ്റ്റർ നിങ്ങളുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടല്ല, പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് വരും, എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ തയ്യാറാക്കാൻ 6 അല്ലെങ്കിൽ 8 ഈ 2 മാർക്കിൽ ഏതെങ്കിലും ഒരു രീതിയിലാണ് ചോദിക്കാം. ഓക്കെ, അതിനുശേഷം ഡയറി 8 മാർക്കിന് ഡയറി ചോദിക്കും. 1-2 മാർക്കല്ല, 8 മാർക്കാണ്. അതിനുശേഷം പത്ര ലെറ്റർ റൈറ്റിംഗും അതുപോലെ 8 മാർക്കിനാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ദെൻ ആത്മകഥാംശ അല്ലെ. ആത്മകഥാംശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, മുർക്കിർ ബുലാക്കി, ആ ചാപ്റ്ററിൽ നിന്നും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എന്ത്? ആത്മകഥാംശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് പഠിക്കാം. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഏത് ചാപ്റ്ററിനും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ദെൻ വിജ്ഞാപൻ, അഡ്വർടൈസ്മെന്റ്, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് തരും, ആ പ്രൊഡക്റ്റിനെ നിങ്ങൾ അങ്ങ് വിൽക്കണം. ഓക്കെ, അത് 8 മാർക്കിനാണ് വരിക. ഇനി ഈ മാർക്കൊക്കെ നിങ്ങളൊന്ന് കൂട്ടി നോക്കിക്കേ. 55 കൂടുതൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ വന്ന് തള്ളിക്കോ. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ മുഴുവൻ കാണണം. കണ്ടുകൊണ്ട് നിങ്ങൾ പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതലൊന്നും സംസാരിക്കേണ്ട, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം എന്താണ് നോക്കിക്കേ. ഈ രീതിയിലാണ് നിങ്ങൾക്ക് ചോദ്യം വരിക. ചോദ്യം വായിച്ചേ. ജീവൻ വൃത്ത് സേ അനുച്ഛേദ ലിഖിയേ. നമുക്ക് ഇവിടെ ഒരു പ്രൊഫൈൽ തന്നിട്ടുണ്ട് അല്ലെ, ഒരു റൈറ്ററിനെ കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ ഇവിടെ തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്താക്കി എഴുതണം? അനുച്ഛേദാക്കി എഴുതണം. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യമൊന്നും ആരും സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്താണോ നമ്മൾ ഉത്തരമാക്കി എഴുതേണ്ടത് അത് നമ്മുടെ ചോദ്യത്തിലുണ്ട്. നമുക്കിത് പോയിന്റ് ആക്കിയിട്ട് തന്നെ നമ്മളതൊരു പാരഗ്രാഫ് ആക്കി മാറ്റുന്നു. ചില വേർഡ്സ് നമ്മൾ, ചില സെന്റൻസ് നമ്മൾ ആഡ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാ നോക്കാം. നോക്കിക്കേ, മൈഥിലി ശരൺ ഗുപ്ത അല്ലെ. മൈഥിലി ശരൺ ഗുപ്തിനെ കുറിച്ചാണ് നമുക്ക് തന്നിരിക്കുന്നത്. മാതൃഭൂമി നമുക്ക് പഠിക്കാനുണ്ട്, എല്ലാ തവണയും ചോദിക്കുന്ന ചോദ്യമാണ്. ഇനിയിപ്പോൾ ഇത് മൈഥിലി ശരൺ ഗുപ്തിനെ കുറിച്ച് അല്ലെങ്കിൽ കൂടി ഏത് കവിയെ കുറിച്ച് ചോദിച്ചാലും ഇതുപോലെ തന്നെയാണ് തരിക. ഓക്കെ, അടുത്തത് അദ്ദേഹത്തിന്റെ ജനന, ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ടുണ്ട്. ശേഷം വ്യവസായം, ഏതൊക്കെ മേഖലയിലാണ് അദ്ദേഹം പ്രസിദ്ധനായിരുന്നത്? കവി, രാജ്നേത, നാടകകാർ, അനുവാദകർ, ഈ രീതിയിലൊക്കെ അദ്ദേഹം പ്രശസ്തനായിരുന്നു. അടുത്തത് രചനായം, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ മെൻഷൻ ചെയ്യണം. പഞ്ചവടി, സാകേത്, യശോധര ആദി മുതലായവ. അടുത്തത് സമ്മാൻ, അദ്ദേഹത്തിന് എന്തെല്ലാം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്? നോക്കിക്കേ, ഹിന്ദുസ്ഥാനി അക്കാദമി പുരസ്കാർ, മംഗൾ പ്രസാദ് പുരസ്കാർ, ദെൻ പത്മഭൂഷൺ, ഇതെല്ലാം അദ്ദേഹത്തിന് കിട്ടിയ അവാർഡാണ്. അതിനുശേഷം എന്താണ്? അദ്ദേഹത്തിന് മരണം, ആ ഡേറ്റും തന്നിട്ടുണ്ട്. അപ്പം വ്യക്തമായിട്ട് ആ കവിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദ്യത്തിലുണ്ട്. അത് നമ്മൾ എങ്ങനെ എഴുതണം? ദാ ഇത്രയും ആക്കി എഴുതിയാൽ മതി. 4 മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. എങ്ങനെയാടാ? നമ്മൾ ആദ്യം എന്താണ്, അതാ ഈ ഒരു നമുക്ക് തന്ന സ്റ്റെപ്പിൽ ആദ്യം പേര്, അതിനുശേഷം ജനനം, ദെൻ അതിനുശേഷം എന്താണ്, അദ്ദേഹം ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ദെൻ അതിനുശേഷം രചനകളാണ്, അവാർഡാണ്, ദെൻ മരണം. ഈ തന്നിട്ടുള്ള അതേ ഓർഡറിൽ തന്നെയാണ് നമ്മളത് പാരഗ്രാഫ് ആക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ. ഹിന്ദി സാഹിത്യ ജഗതിക്ക് സർവശ്രേഷ്ഠ കവിയോമേ പ്രമുഖ ഹേ. ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ കവികളിൽ ഒരാളാണ് ആര്? ശ്രീ മൈഥിലി ശരൺ ഗുപ്ത. അപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് ഏത് മാത്രമാണ്?
യെസ് ഹിന്ദി സാഹിത്യ ജഗത് കി സർവശ്രേഷ്ഠ കവിയോമേ പ്രമുഖ ഹെ എന്നെന്ത് ചെയ്യാം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നോക്കിക്കേ ഉൻകാ ജന്മ അല്ലെ, ഓൾറെഡി അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ടുണ്ട്, നമ്മൾ അതും എടുത്തെഴുതുന്നു. 3rd August 1886 മേ ഹുവാ. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ടത് ഉൻകാ ജന്മെന്നും മേ ഹുവ എന്നുമാണ്. ഓക്കെ, അതിനുശേഷം കവി, രാജ്നേത, നാടകക്കാർ, അനുവാദക് ആദി സമസ്ത സാഹിത്യ വിധാओं पर उन्होंने अपना योगदान दिया തുടങ്ങിയ മേഖലകളിലൊക്കെ അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണ് ആദി സമസ്ത സാഹിത്യ വിധാओं पर उन्होंने अपना योगदान दिया എന്നാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം നോക്കിക്കേ, അതിനുശേഷം പഞ്ചവടി, സാകൃത്, യശോധര ആദി ഉൻകെ പ്രസിദ്ധ രചനായം. ഞാൻ ഇത് അണ്ടർലൈൻ ചെയ്യാം, പഠിക്കേണ്ടത് ഞാൻ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, യെസ് നോക്കിക്കോ, ഹിന്ദി സാഹിത്യ ജഗതി സർവശ്രേഷ്ഠ കവിയോമേ പ്രമുഖ ഹെ. ഓക്കെ, അതിനുശേഷം ഉൻകാ ജന്മ മേ ഹുവാ എന്നുള്ളത്. ദെൻ ആദി സമസ്ത സാഹിത്യ വിധാओं पर उन्होंने अपना योगदान दिया. ഓക്കെ, അതിനുശേഷം എന്താണ് നമ്മൾ ജനനം പറഞ്ഞിട്ടുണ്ട്, അതിനുശേഷം കൃതികൾ, അതുപോലെ തന്നെ അദ്ദേഹം പ്രവർത്തിച്ച മേഖലകൾ പറഞ്ഞു. ഇനി അവാർഡാണ് അല്ലെ, അവാർഡൊക്കെ ഓൾറെഡി തന്നിട്ടുണ്ട്, അതിങ്ങോട്ട് എടുത്തെഴുതാം. എന്താണ് നോക്കിക്കേ, ഹിന്ദുസ്ഥാനി അക്കാദമി പുരസ്കാർ, മംഗൾ പ്രസാദ് പുരസ്കാർ, പത്മഭൂഷൺ ആദി സേവേ സമ്മാനിത് ഹുവേ എന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം എന്താണ് മരണമാണ്, ആ മരണത്തിന്റെ ഡേറ്റ് അവിടെ തന്നിട്ടുണ്ട്, അത് അതേപോലെ എഴുതിയെടുക്കുന്നു. ദെൻ ഉൻകാ മൃത്യു ഹുയി എന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. കിട്ടുന്നത് വളരെ സിമ്പിൾ ആയിട്ട് 4 മാർക്കാണ്. ഇത് ചോദ്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഇതൊന്നും എന്ത് ചെയ്യരുത്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ലെറ്റർ, നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ലെറ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ലെറ്ററിന്റെ ഫോർമാറ്റിൽ ഇനിയും സംശയമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഇത് കണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമുക്ക് ഉറപ്പായിട്ടും ലെറ്റർ ചോദിക്കും. ആദ്യം തന്നെ നമ്മൾ ലെറ്ററിന്റെ ചോദ്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ബോക്സ് വരയ്ക്കുക. ബോക്സ് വരയ്ക്കൽ നിർബന്ധമാണ് കേട്ടോ. ബോക്സ് വരയ്ക്കൽ മിസ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, ചിലർക്കൊക്കെ എന്തായിരിക്കും ഫോർമാറ്റ് അറിയുന്നവരുണ്ടാവും, പക്ഷെ ഇപ്പോഴും ഫോർമാറ്റിൽ കൺഫ്യൂഷൻ ഉള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാവും കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് മിസ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, സ്ഥാൻ താരീഖാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് സ്ഥാൻ താരീഖ്, പ്ലേസും ഡേറ്റും കൊടുക്കുക. നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിൽ പ്രിയമിത്ര, അതായത് സല്യൂട്ടേഷൻ കൊടുക്കുക. ഏത് വ്യക്തിക്കാണോ നമ്മൾ ലെറ്റർ എഴുതുന്നത് അവരുടെ പേരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയമിത്രൻ തന്നെ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ കാഷ്വൽ ആയിട്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ, നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ സംസാരിക്കും, ഒരാളെ കണ്ടാൽ സുഖമാണോ എന്ന് ചോദിക്കും, അത് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. എന്താണ്, തും കെസേ ഹോ മേ യഹാം കുശൽ സേ ഹും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, എഴുതാം. എനിക്ക് നിനക്ക് സുഖാണോ, എനിക്കിവിടെ സുഖാണ്. ദെൻ എക് ബാത് ബതാനെ കെ ലിയേ മേ യേ പത്ര ലിഖ്താ ഹും, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് എന്ന് പറയാം. അതിനുശേഷമാണ് നമ്മൾ സബ്ജക്റ്റ്, അതായത് നമ്മുടെ ചോദ്യത്തിൽ എന്താണോ പറഞ്ഞത് ആ കാര്യങ്ങൾ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ചുരുക്കി എഴുതാം. ശേഷം എങ്ങനെയാണ് ലെറ്റർ അവസാനിപ്പിക്കുക, വാപ്പസി പത്രിക്ക് ഇന്ദസാർ മേ, മറുപടി കത്ത് പ്രതീക്ഷിക്കുന്നു എന്ന് പറയാം, നിർത്തുക. സസ്നേഹ് എന്ന് പറഞ്ഞാൽ വിത്ത് ലവ്. അതിനുശേഷം റൈറ്റ് സൈഡിൽ താഴെയായിട്ട് നമ്മൾ ഫ്രം അഡ്രസ് എഴുതണം. ആരാണോ ലെറ്റർ എഴുതുന്നത് അവരുടെ പേരാണ്. നേരെ ഓപ്പോസിറ്റ് ചെറിയ ബോക്സ്, ഇവിടെ ഒരു ബോക്സ് വരയ്ക്കുക. ദെൻ എന്താണ്, ടു അഡ്രസ് ആണ്. ദെൻ ഇതെന്താണ്, ഫ്രം അഡ്രസ് ആണ്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് ഒരു ലെറ്ററിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ ഫോർമാറ്റ് തന്നെ ശരിയാക്കിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ദാ പിടിച്ചോ. ഏതാണ് ചോദ്യം നോക്കിക്കേ, 7वें विश्व हिंदी सम्मेलन का अनुभव लेखक मित्र के पत्र में बांटता है, वह पत्र लिखे. യെസ്, എന്താണ് ഒരു വിശ്വ ഹിന്ദി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചാപ്റ്റർ നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലെ. യെസ്, അപ്പൊ ആ ദിവസം എന്ത് ചെയ്യാണ്, റൈറ്റർ തന്റെ സുഹൃത്തിന് ഒരു ലെറ്റർ എഴുതാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വന്ന ചാപ്റ്റർ ഇതാണ്. സോ നമുക്ക് ഇത്തവണയും പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ ഈ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കാം. നോക്കിക്കോടാ, നമ്മൾ ആദ്യം ഒരു ബോക്സ് വരയ്ക്കുന്നു, സ്ഥാൻ താരീഖ് കൊടുത്തു, ദെൻ പ്രിയമിത്ര അല്ലെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ തും കൈസേ ഹോ നമ്മൾ കൊടുത്തു, സുഖാണോ എന്ന് കൊടുത്തു. ദെൻ നോക്കിക്കോ, സോച്താ ഹൂ കി ഘർ വാലെ സബ് സകുശൽ ഹേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെന്നെ എഴുതാം, ഇത് തന്നെ കേട്ടോ, മേ യഹാം കുശൽ സേ ഹും എന്നുള്ളത് ഞാനിവിടെ സുഖാണ്, നിനക്ക് സുഖാണോ എന്ന് മാത്രം ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നോക്കിക്കോ, നിന്റെ വീട്ടിലുള്ളവരൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു ഞാൻ വിശ്വസിക്കാണ്. മേ യേ ചിട്ടി സുരിനാം കെ പാരാമാരിബോ ഷഹർ സേ ലിഖ് രഹാ ഹൂം, ഞാൻ സുരിനാമിൽ നിന്നാണല്ലേ ഈ ഒരു ലെറ്റർ നിനക്ക്
എഴുതുന്നത്. 7വാം വിശ്വ ഹിന്ദി സമ്മേളൻ में भाग लेने के लिए ഞാൻ എന്താണ് ഒരു ഹിന്ദി വിശ്വ സമ്മേളനത്തിൽ എന്താണ് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇന്ന് 5 ജൂൺ കോ യഹാം പഹുഞ്ച്, ഞാൻ ഇവിടെ എത്തിയത് എന്താണ് 5 ജൂൺ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഹിന്ദി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലെ, സുറിനാമിൽ എത്തിയിട്ടുണ്ട്. ദെൻ നോക്കിക്കേ 6 ജൂൺ സെ 9 ജൂൺ തക്ക്, 6 ജൂൺ 6-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ് എന്ത് തക് വിശ്വ ഹിന്ദി സമ്മേളൻ ചൽത്താ രഹ, ഈ ഒരു ഹിന്ദി സമ്മേളനം നടക്കുന്നത്. ആജ് ഷാം കോ സമ്മേളൻ സമാപ്ത് ഹുവ, ഇന്ന് വൈകുന്നേരം എന്ത് ചെയ്യും, ഈ സമ്മേളനം സമാപിക്കൽ അവസാനിക്കും. ദെൻ ഈ സമ്മേളൻ മേ ഭാഗ് ലേനെ കാ അവസർ, ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കിട്ടിയ അവസരം അല്ലേ, മിൽനാ മേം അപ്ന സൗഭാഗ്യ സമജ്താഹും, എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ ഒരു സമ്മേളനത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല, അതെൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണാണ്. സുറിനാം പ്രകൃതി സുന്ദർദാസെ ഭരാ ദേശ് ഹേ, വളരെ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു ദേശമാണ് ഏത്, നമ്മുടെ സുറിനാം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താ നമുക്ക് എഴുതാൻ പറ്റുക നോക്കിക്കേ, പാരിമാരിബോ മേ ഭാരതീയ മുൽക്ക് ഇത്നാ ജ്യാദാ ലോഗ് ഹേ, ഇവിടെ അധികം എന്താണ് ഭാരതത്തിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോഗ് ഹേ കി മുझे യേ ഷഹർ ഏക് ഭാരതീയ ഷഹർ ജൈസാ, എനിക്ക് എന്താ തോന്നുന്നത് ഇതെന്താണ് ഒരു ഭാരതത്തിലുള്ള ആളുകൾ തന്നെ ആയതുകൊണ്ട് തന്നെ ഇതൊരു എനിക്കെന്താണ്, ഞാൻ ഭാരതത്തിലേക്ക് വന്നൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നു, ഒക്കെ നമ്മളെ നാട്ടുകാർ. ഓക്കെ, ദെൻ മുझे ഈ സമ്മേളൻ മേ ദേശ വിദേശ് കെ ഉൻകെ അനേക സാഹിത്യകാരോം സെ മിൽനെ, ഇവിടെ നിന്ന് എന്താണ് ഒരുപാട് രാജ്യങ്ങളിലെ ഒരുപാട് കവികൾ എന്ത് ചെയ്യാൻ പറ്റി, എനിക്ക് കാണാൻ പറ്റി. ഓർ തഥാ ഉൻകെ സാത്ത് ഹിന്ദി സാഹിത്യ കെ വിഭിന്ന പഹലുओं पर ചർച്ച करने का അവസർ മില, അതുപോലെ ഹിന്ദിയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുമായിട്ടിരുന്ന് എനിക്ക് ചർച്ച ചെയ്യാനും സാധിച്ചു. ദെൻ പിന്നെന്താ പറയുന്നത്, മേം കൽ ഹി യഹാം സെ ഭാരത് ലൗട്ട് രഹാ ഹും, ഞാൻ നാളെ ഇവിടെ നിന്ന് ഭാരതത്തിലേക്ക് പുറപ്പെടും. ആപ്പസ് മിൽത്തെ സമയ ബാക്കി ബാത്തേ വിസ്താർ സേ കഹൂങ്ക, ഇനി നമ്മൾ കാണുന്ന സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്ന് പറയാം, അവസാനിപ്പിക്കാം. ഓക്കെ, ദെൻ ഇവിടെ ഫ്രം അഡ്രസ്സ്, ദെൻ ടു അഡ്രസ്സ്, ഈ ഒരു ലെറ്റർ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, പഠിക്കണം, നിർബന്ധമാണ് കേട്ടോ, പഠിക്കൽ നിർബന്ധമാണ്. ഓക്കെ, യെസ്, ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മിസ് ചേഞ്ച് ചെയ്താണ്. ഓക്കെ, then അടുത്തത് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഡയറി അല്ലേ. നമുക്ക് എന്താണ് ഒരുപാട് ചാപ്റ്റേഴ്സ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞത്തെ വർഷവും അതിന് മുൻപത്തെ വർഷവും ഒക്കെ നിങ്ങൾക്ക് എടുത്താൽ കാണാം ഡയറി എന്ന ചോദ്യമുണ്ട്. ഒരു ഡയറി എഴുതുമ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഫോർമാറ്റ് ആണ്. നമുക്ക് ഏത് ചാപ്റ്ററിൽ നിന്ന് വന്നാലും കോമൺ ആയിട്ട് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണിത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബോക്സ് വരയ്ക്കുക, വീണ്ടും പറയാണ്, ഒരു ബോക്സ് വരയ്ക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് താരീഖ് അല്ലെ, ഡേറ്റ് നിങ്ങൾക്ക് ഡേറ്റ് ആയിട്ട് എഴുതി വെക്കാം, അല്ലെങ്കിൽ താരീഖ് എന്ന് മെൻഷൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ ചോദ്യം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. സന്തോഷമുള്ള കാര്യമാണോ ഡയറിയിൽ എഴുതുന്നത്, അല്ലെങ്കിൽ സങ്കടമുള്ള കാര്യമാണോ എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് ആ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സന്തോഷമുള്ള കാര്യമാണെങ്കിൽ ആജ് മേരെ ലിയേ ഖുഷി എന്ന് കൊടുക്കാം. ഇനി സങ്കടമുള്ള കാര്യമാണെങ്കിൽ ദുഃഖി എന്ന് കൊടുക്കാം. ദിൻ ഥ എന്ന് അവസാനിപ്പിക്കാം. ഓക്കെ, സന്തോഷമുള്ള കാര്യമാണെങ്കിൽ ആജ് മേരെ ലിയേ ഖുഷി ദിൻ ഥ എന്നും, സങ്കടമാണെങ്കിൽ ആജ് മേരെ ലിയേ ദുഃഖി ദിൻ ഥ, രണ്ടും ഒരുമിച്ച് എഴുതി വെക്കരുത്. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, ഖുഷി ഹാപ്പി ആണെങ്കിൽ മാത്രം നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ദുഃഖി സാഡ് അല്ലെ, സങ്കടമാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടി ഒരുമിച്ച് എഴുതി വെക്കരുത്. അതിനുശേഷം സന്തോഷമാണെങ്കിലും നമ്മൾ മറക്കൂല, സങ്കടമാണെങ്കിലും മറക്കൂല അല്ലെ. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആജ് കാ ദിൻ മേ കബി നഹി ഭൂലൂങ്ക, ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കൂല, ഹസ്താക്ഷർ അതായത് സൈൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു ഡയറി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. അറിയാത്തവർ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കുക. ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഡയറി എന്ന ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ, then നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോളൂ, ഈ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കോളൂ, ഏതാണ് ചോദ്യം? ഷാദിക്ക് തയ്യാറിയാം ദേഖ് കർ ദീദി കാ മൻ സംഘർഷ് സെ ഭര. എന്താണ്? കല്യാണ ഒരുക്കങ്ങളൊക്കെ കാണുന്ന സമയത്ത് എന്താണ്, അവിടെ ഭയങ്കര വിഷമമുണ്ട്. കാരണം അവിടെ രണ്ട് വേർപാടുകളാണ് അല്ലേ. ഒന്നെന്താണ്, സ്വന്തം മകൾ, അതായത് അവളുടെ കല്യാണം കഴിഞ്ഞ് പോവാണ്. then അതുപോലെ എന്താ, സ്ഥലം വിൽക്കുന്നു. ഈ രണ്ട് വിഷമങ്ങളാണ് ആ ചാപ്റ്ററിൽ പറയുന്നത് അല്ലേ. അപ്പന സംഘർഷ് ഡയറി മേ ലിഖ് രഹി ഹെ. അപ്പൊ അവൾ എന്ത് ചെയ്യാണ്, അവളുടെ സങ്കടം അല്ലെ,
കല്യാണം കഴിഞ്ഞു പോവുകയാണെന്ന വിഷമമുണ്ട്, അതുപോലെ അച്ഛൻ എന്താണ് ഭൂമി വിൽക്കുന്നു എന്ന് പറഞ്ഞ സങ്കടം. അപ്പൊ ഇത് രണ്ടും കൂടി എന്താണ് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലെ. അപ്പൊ അതൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ് അവള് ഒരു ഡയറി എഴുതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിക്കൽ നിർബന്ധമാണ് മക്കളെ. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അത് പഠിച്ചാലോ. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താരീഖ് ഡേറ്റ് അങ്ങനെ എഴുതി വെക്കാം, ഇല്ലെങ്കിൽ താരീഖ് എന്ന് എഴുതാം. നോക്കിക്കോളൂ, ഘർ മേ മേരി ഷാദി കി തയ്യാരിയാം ഹോ രഹി ഹെ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആജ് മേരെ ലിയെ ദുഃഖി ദിൻ താ എന്ന് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് ഇത് ഞാനിവിടെ ഫോർമാറ്റ് തന്നത് നിങ്ങൾ ഈ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ കോമൺ ആയിട്ട് നമ്മൾ അതായത് ഈ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മിസ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഓക്കെ, നോക്കിക്കോ, ഘർ മേ മേരി ഷാദി കി തയ്യാരിയാം ഹോ രഹി ഹെ. വീട്ടിലെന്താണ് കല്യാണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അവസാനിക്കാനായിട്ടുണ്ട് അല്ലേ. മുझे अपने माँ बाप തഥാ ബായിക്കോ ചോടുക്കർ, ഞാൻ എൻ്റെ പാരൻസിനെയും അതുപോലെ എൻ്റെ സഹോദരനെയും ഒക്കെ വിട്ടിട്ട് ഇസ് ഘർ സെ അലഗ് ഹോ ജാനാ ഹേ, ഈ വീട്ടിൽ നിന്നും എന്ത് ചെയ്യാണ് ഞാൻ മറ്റൊരു വീട്ടിലേക്ക് പോവാൻ റെഡി ആയിരിക്കാണ്. ബഹുത്തമേ ബഹുത്ത ദുഃഖി ഹും, ഞാൻ വളരെ സങ്കടത്തിലാണ്. പിതാജി ഇത്തിനെ ദുഃഖി ഹേ കി ആജ്കൽ വെ ബഹുത്ത് ഖാമോഷ് രഹത്തെ ഹെ അല്ലേ. പിതാജി അച്ഛൻ വളരെ വിഷമത്തിലാണ് അല്ലെ, ഭയങ്കര സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഏക് ഓർ പിതാജി കോ ഘർ സേ മേരെ അലഗ് ഹോനെ കാ ദുഃഖ് ഹെ, ഒന്ന് ഞാൻ ഇവിടെ നിന്നും മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന സങ്കടം. ദെൻ ഓർ ദൂസരി രണ്ടാമത്തത് എന്താണ്, ഷാദി കെ ഖർച്ച് കെ ലിയെ ഗാവ് കി അപ്നി ജമീൻ ബേച്ച്നേക്കാ ദുഃഖ, കല്യാണത്തിന്റെ ചിലവിനായിട്ട് ആ ഭൂമി വിൽക്കുന്നതിന് സങ്കടം. ഇങ്ങനെ രണ്ട് വിഷമം ആർക്കുണ്ട്, അച്ഛനുണ്ട്. ये सब मेरे कारण हो रहे हैं, ഇതെല്ലാം എന്താണ് എൻ്റെ കാരണം കൊണ്ടാണ് സംഭവിക്കുന്നത്. ഭാരതത്തില് സ്ത്രീ ബൻകർ ജന്മ ലേന ശാപ് ഹേ, ഈ ഇന്ത്യയിലൊക്കെ എന്താണ് സ്ത്രീ ആയിട്ട് ജനിക്കുന്നത് ഒരു ശാപമാണ്. കാരണം സ്ത്രീക്ക് ഷാദി ഖേലിയെ, ആ പെണ്ണിന്റെ അല്ലെ ആ ഒരു സ്ത്രീയുടെ കല്യാണത്തിന് പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, ദഹേജ് ദേന പടുത്താ ഹേ, സ്ത്രീധനം പോലെയുള്ളത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ദെൻ ഭാരി യാത്രാമേ സോനയ്ക്ക് ആഭൂഷൺ ഓർ വസ്ത്ര ഖരീദിനെ പടുത്തേ ഹേ, അതുപോലെ ഒരുപാട് കല്യാണത്തിന് വേണ്ടിയിട്ട് ആഭൂഷൺ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങേണ്ടി വരുന്നു. കൂടാതെ സൈക്കടോങ്കോ ഗിലാന പിലാന പടുത്താ ഹേ, ഒരുപാട് ആളുകൾക്ക് തിന്നാനും കുടിക്കാനൊക്കെ കൊടുക്കണം, കല്യാണത്തിന് വിളിക്കുന്നവർക്കൊക്കെ ഫുഡ് കൊടുക്കണം അല്ലെ. ഷാദിക്ക് ബാദ്, കല്യാണത്തിന് ശേഷോ ജബ് മേ സസുരാൽ മേ പഹുൻ ജാഊങ്കി, ഇനിയിപ്പോ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകും, സസുരാൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്താണ്, തബ് വഹാ മേരി ജിന്ദഗി കൈസി ഹോഗി, അവിടുത്തെ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും അല്ലേ. ഇങ്ങനെയൊക്കെ അച്ഛൻ കഷ്ടപ്പെട്ട് എന്നെ കല്യാണം കഴിപ്പിച്ച് ഞാൻ അവരുടെ വീട്ടിലെത്തുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് ചിന്തിക്കാൻ വയ്യ. പത്താനെയും എനിക്ക് അറിയില്ല. മേരാ മൻ സംഘർഷ സെ ബരാഹ, എൻ്റെ മനസ്സെന്താണ് സംഘർഷങ്ങൾ കൊണ്ട് നിറയാണ്, ചിന്തകൾ കൊണ്ട് നിറയാണ്. വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയറിയാണ്. ഈ ചാപ്റ്ററിൽ നിന്നും നമുക്ക് വരാവുന്ന ചോദ്യമാണ്, പഠിക്കാതെ പോകരുത്. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് എന്താ, ഈ പോസ്റ്റർ എന്ന് പറയുന്നത് അല്ലെ. പോസ്റ്റർ വരും, എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് കോമൺ ആയിട്ട് എന്ത് ചെയ്യും, നമുക്കൊരു സബ്ജക്റ്റ് തരും. ഓക്കെ, ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യണം, ഒരു പോസ്റ്റർ തയ്യാറാക്കണം. ചാപ്റ്ററുമായി റിലേറ്റഡ് ആയിരിക്കില്ല, സാധാരണ എന്താണ് നമുക്ക് പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ ആയിരിക്കും. ആ പോസ്റ്റർ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിക്കേ. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നമ്മൾ കാര്യക്രം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഗ്രാം. എന്താണ് പ്രോഗ്രാം? ചിലപ്പോൾ എന്താണ്, എന്തെങ്കിലും ഒരു സെമിനാർ നടക്കുന്നു എന്നാണെന്ന് വിചാരിക്കുക. സെമിനാർ നടക്കുന്നു എന്നാണെങ്കിൽ ആ സെമിനാർ ആണ് എന്ത്, അവിടുത്തെ പ്രോഗ്രാം. ഓക്കെ, then അടുത്ത നിങ്ങൾ വിഷയം, അതായത് സബ്ജക്റ്റ്. ഒരു സെമിനാർ ആണ് നടക്കുന്നതെങ്കിൽ ആ സെമിനാറിന് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് നിങ്ങൾ സങ്കോഷ്ഠി എന്ന് എഴുതുന്നു. അതിനുശേഷം എന്താണ് ആ സെമിനാറിന്റെ സബ്ജക്റ്റ്, അത് നമ്മൾ രണ്ടാമത് എഴുതുന്നു. അതിനുശേഷം എന്താണ് എഴുതേണ്ടത്, താരീഖ്, ഡേറ്റ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യത്തിൽ ഒരു ഡേറ്റ് തന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് കൊടുക്കാം. അതിനുശേഷം സമയമാണ്, എന്താണ് ടൈമാണ് എഴുതേണ്ടത്, ടൈം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താണ് കോമൺ ആയിട്ട് എഴുതാം, എന്ത് സുബഹ് 10 ബജെ എന്ന് നമുക്ക് കൊടുക്കാം. സുബഹ് 10 ബജെ. നിങ്ങൾ ഏത് പോസ്റ്റർ വന്നാലും ഈ സമയം എഴുതിക്കോളൂ. അതിനുശേഷം പ്ലേസ് എഴുതണം, പ്ലേസ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സ്കൂൾ കണ്ടക്ട് ചെയ്യുന്നു എന്ന് ചോദ്യത്തിലുണ്ടെങ്കിൽ എന്താണ് എഴുതുക, നിങ്ങൾക്ക് സ്കൂൾ സഭാഭവൻ എന്ന് എഴുതാം. എന്തെഴുതാം, സ്കൂൾ സഭാ ഭവൻ എന്ന് നമുക്ക് എഴുതാം. അത് കഴിഞ്ഞിട്ട് സബ്കാ സ്വാഗത. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു പോസ്റ്റർ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു സബ്ജക്റ്റ് തരും, ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റർ നമുക്ക് ഏത് സബ്ജക്റ്റ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫോർമാറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ പോസ്റ്റർ എഴുതേണ്ടത്. ഓക്കെ, then അടുത്ത
ചോദ്യം നോക്കാം. അടുത്തത് എന്താണ്? വിജ്ഞാപൻ, അഡ്വർടൈസ്മെന്റ്. 8 മാർക്കിന് നമുക്ക് വരുന്ന ഒരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 8 മാർക്ക് മേടിക്കാൻ പറ്റുന്ന, അല്ലെ, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് ചോദ്യത്തിൽ എന്താണ്? എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് തരും. ഓക്കെ, ആ പ്രൊഡക്റ്റിനെ നിങ്ങൾ വിൽക്കണം. ഓക്കെ, ചിലപ്പോൾ ഒരു പെണ്ണയാവാം, ചിലപ്പോൾ ഒരു പേനയാവാം, ചിലപ്പോൾ ഒരു പെൻസിലാവാം, ചിലപ്പോൾ ഒരു ബുക്കാവാം. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് തരും. ദെൻ ആ പ്രൊഡക്റ്റ് നിങ്ങൾ വിൽക്കണം. അതിനുള്ള ഒരു പരസ്യം നിങ്ങൾ തയ്യാറാക്കണം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ചോദ്യം ഇല്ലാത്ത ചോദ്യ പേപ്പർ ഉണ്ടാവില്ല. വിജ്ഞാപനം എന്ന് പറഞ്ഞ ചോദ്യം എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെയാണ് ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കിക്കേടാം. ബാസാർ മേം ഏക് നയാ കലം ആയാ ഹെ. എന്താണ്? ഒരു പുതിയ പെണ്ണ് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഉസ്കെ ലിയേ ഏക് ആകർഷക വിജ്ഞാപൻ തയ്യാർ കരേം. അപ്പൊ നമുക്ക് ആ പേന വിൽക്കണം, ആളുകളിലേക്ക് എത്തിക്കണം. ഓക്കെ, അപ്പൊ പ്രൊഡക്റ്റ് ഏതാണ്? കലമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് ആ കലമിനെ കുറിച്ച് എന്താണ്, പേനയ്ക്കില്ലേ, പേനയുടെ കമ്പനിക്ക് ഒരു പേര് കൊടുക്കാം. ദെൻ കേവലം ഒരു 5 രൂപ അല്ല ഒരു 3 രൂപ മാത്രമേ ഉള്ളൂ, 1 വാങ്ങിയാൽ 5 എണ്ണം ഫ്രീ, 4 എണ്ണം ഫ്രീ എന്നൊക്കെ കൊടുക്കാം. ഈ രീതിയിലാണ് നിങ്ങൾ പരസ്യം തയ്യാറാക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. ഇതുപോലെ കാണാൻ ഒരു അട്രാക്റ്റീവ് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ചില വേർഡ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക, ഒന്ന് കട്ടി കൂട്ടി എഴുതി കൊടുക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പരസ്യം അട്രാക്റ്റീവ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കിക്കേ. ലിഖോ റോജ കലം സേ. എന്താണ് പേര്? റോജ എന്ന് പറഞ്ഞ കമ്പനിയാണെന്ന് വിചാരിച്ചോ? ഓക്കെ, ലിഖോ റോജ കലം സേ എന്ന് കൊടുക്കുക. എന്നിട്ട് എന്താണ്? ഇതാ ഇതുപോലെ സിർഫ് കേവലം 5 രൂപ. എന്താണ്? വെറും 5 രൂപ മാത്രമേ ഈ പേനയ്ക്കുള്ളൂ. അതുപോലെ 5 ഖരീദിനെ പർ 1 മുഫ്ത്. നിങ്ങൾ ഒരു 5 എണ്ണം വാങ്ങിയാൽ എന്താണ്? 1 ഫ്രീ ആണ്. ദെൻ സുന്ദർ ലിഖാവട്ട്, ദെൻ മസ്ബൂത്ത് ഗ്രിപ്പ്. ഇവിടെ ഒരു കോമ ഇടണേ, മറന്നുപോയതാ. ഓക്കെ, അപ്പം എന്താണ്? നല്ല രീതിയിൽ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആവാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ എന്ത് ചെയ്യാം? കൊടുക്കാം. അപ്പൊ ഇതാണ് ഒരു വിജ്ഞാപനം, ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. വളരെ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കണം. അടുത്ത ചോദ്യം ഒരു ക്യാരക്ടർ സ്കെച്ചാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരുന്ന ചോദ്യമാണ്. നോക്കിക്കേ. യേ കഥൻ പഠേം ഓർ രാജ്വന്തി കെ ചരിത്ര പർ ടിപ്പണി ലിഖേം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് മുർക്കി ഉർഫ് ബുലാഖി എന്ന് പറഞ്ഞാൽ. അതിലെ രാജ്വന്തിയെ കുറിച്ചാണ് ഇത് നിങ്ങളോട് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. എന്താണ്? മേ പ്യാർ സേ ഉസ്കോ മുർക്കി ബുലാത്തി ഥി, കബി ബുലാഖി, അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ്? രാജ്വന്തിയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? അവളെ മുർഖി ബുലാഖി എന്ന് വിളിച്ചിരിക്കുന്നത്, അല്ലേ? ദെൻ കിസി ദയാലു വ്യക്തി സെ രഹാ കാ ഭാഡ ലേക്കർ ലൗട്ട് ആയി നഹി തോ ന ജാനെ കഹാ ഭട്കത്തി. പിന്നെയോ മേരെ ജീത്തെ ജി കബി കോയി തുജ്സെ യഹ് ചാബി നഹി ചീനേക. ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നോക്കട്ടെ എങ്ങനെ എഴുതാം. ആദ്യം തന്നെ നമ്മൾ റൈറ്ററിന്റെ പേരാണ് കൊടുക്കേണ്ടത്. നോക്കൂ. അമൃത പ്രീതം ദ്വാര ലിഖിത കഹാനി മുർക്കി ഉർഫ് ബുലാഖി കഹാനി കാ മുഖ്യ പാത്ര ഹെ രാജ്വന്തി. ഏത് ചാപ്റ്ററിന്ന് നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് വന്നാലും ഈ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, മുർക്കി കെ സാത്ത് രാജ്വന്തി കാ വ്യവഹാർ പ്രേമപൂർണ്ണ രഹാ. അല്ലെ, മുർക്കിയോട് വളരെ സ്നേഹത്തിലാണ് രാജ്വന്തി നിൽക്കുന്നത്. ഉസ്കെ സൗന്ദര്യ പർ ആകൃഷ്ട ഹോക്കർ യഹ് മുർക്കി നാം ബി രാജ്വന്തിനെ ഉസേ ദിയാ था. രാജ്വന്തി ആണ് എന്താ മുർക്കി എന്ന പേര് അവൾക്ക് നൽകിയത്. മുർക്കി കെ പ്രതി ഉൻകെ മൻ മേ ദയാ ഓർ സഹാനുഭൂതി ഹേ. അവളുടെ മനസ്സിൽ മുർക്കിയോട് സ്നേഹവും സഹാനുഭൂതിയും മാത്രമാണ് ഉള്ളത്. ഇസ്ലിയെ അതുകൊണ്ടാണ് എന്ത് പതി ദ്വാര ഉപേക്ഷിത് ഉനേം വാപ്പസ് ആനെ പർ, അല്ലെ, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ അവൾ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ രാജ്വന്തി അപ്പനെ ഘർ മേം ആശ്രയ ദേത്തി ഹേ. രാജ്വന്തി എന്ത് ചെയ്തു? ആ വീട്ടിൽ അവൾക്ക് ആശ്രയം കൊടുത്തു. ഉസെ അപ്പനെ ഘർ की चाबी सौंप देती है. दया, परोपकार और सहानुभूति के मूर्त रूप में രാജ്വന്തി പാഠകോं के सामने आती है. അപ്പൊ സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ ഉള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് നമുക്ക് രാജ്വന്തിയെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കാം. അടുത്ത ചോദ്യം നോക്കിക്കേ. സപ്നെ കാ ഭി ഹക്ക് നഹീം. നമുക്ക് കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷം ഒക്കെ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ചാപ്റ്ററിന്റെ ആസ്വാദൻ ടിപ്പണിയാണ്, കവിതയുടെ ആശയമാണ്. പഠിക്കാതെ പോകരുത്, പഠിക്കൽ നിർബന്ധമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നോക്കിക്കോളൂ എങ്ങനെയാ നമ്മൾ എഴുതാം. हिंदी दर प्रदेशों की हिंदी साहित्यकारों में प्रमुख है डॉक्टर जे बाबू. सपने का भी हक नहीं आपकी प्रसिद्ध
കവിത ഹേ. കവിതയുടെ പേരും കവിത എഴുതിയ ആളുടെ പേരും മെൻഷൻ ചെയ്തിട്ടാണ് നമ്മൾ ആസ്വാദന ടിപ്പണിയിലേക്ക് കടക്കേണ്ടത്. നോക്കിക്കോ, ജിസ്മേ एक गरीबी मजदूर इनका चित्र खींचने का प्रयास की गई है. ഈ ഒരു കവിതയിൽ ആരെ കുറിച്ചാ പറയുന്നത് അല്ലേ? ഒരു വളരെ പാവപ്പെട്ട ഒരു തൊഴിലാളിയായ ഒരു സ്ത്രീയെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഗരീബ് മസ്ദൂറിൻ അപ്നെ ബച്ചോं के साथ, ആ സ്ത്രീ എന്താണ്, അവരുടെ കുട്ടികളുടെ കൂടെ എക്ക് കമറേ വാലി ചോമ്പടിയുമേ, ഒരു റൂം മാത്രമുള്ള ചോമ്പടിയുമേ കുടിലിലാണ് എന്ത് ചെയ്യുന്നത്, രഹത്തെ ഹെ, താമസിക്കുന്നത്. രാത് മേ ബച്ചോं के സോ ജാനെ पर वह अपने मन रूबी दीवार पर, രാത്രിയിൽ കുട്ടികളൊക്കെ ഉറങ്ങിയപ്പോൾ അവൾ എന്താണ്, അവളുടെ മനസ്സാകുന്ന ആ ഒരു ചുമരിൽ എന്ത് ചെയ്യാണ്, एक विशाल घर का चित्र खींचती है जो उसका स्वप्न भवन था. അവളുടെ മനസ്സാവുന്ന ചുമരിൽ അവൾ തീർക്കാണ് എന്ത്, അവളുടെ സ്വപ്ന ഭവനം, അവളൊരു വീട് ഇങ്ങനെ കിനാവ് കാണാനല്ലേ, സ്വപ്നം കാണാണ്. എന്നിട്ടോ घर में भोजन खाने के लिए और सोने के लिए अलग अलग कमर है, ഭക്ഷണം കഴിക്കാനും കിടന്നുറങ്ങാനൊക്കെ സെപ്പറേറ്റ് റൂമുകളാണ് ഇപ്പൊ അവർ താമസിക്കുന്നത്. ഒരു റൂം മാത്രമുള്ള ഒരു കുടിലാണ് അല്ലേ. ഓക്കെ, then रसोई बैठक है निकट है पूजा का कमरा ऊपरी मंजिल में रख दिया. കിച്ചണിനെ കുറിച്ചും അതുപോലെ എന്താണ് പൂജാ റൂമിനെ കുറിച്ചൊക്കെ വിശാലമായിട്ട് അവൾ ഇങ്ങനെ സ്വപ്നം കാണാണ്. then നോക്കിക്കേ, കോൺക്രീറ്റ് की छत के नीचे पीले रंग के दीवारों के मध्य में खिड़की दरवाजे रख दिए. കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള എന്താണ് വാർപ്പുണ്ട് അല്ലെ. അതായത് ഇപ്പൊ അവള് സ്വപ്നം കാണാൻ, അതൊക്കെ അവളുടെ സ്വപ്നമാണ്. ഒരു മഞ്ഞ ചുമരുകളാണല്ലോ, അതിന്റെ ഇടയ്ക്ക് എന്തുണ്ട്, വാതിലുണ്ട്, അതുപോലെ എന്താണ് ജനലുകളൊക്കെ ഉണ്ട്. ദെൻ നോക്കിക്കേ, സംഗമർമർ ചമക്നെ വാലി ജമീൻ പർ മേസ് കുർസിയാം രഖ് ദിയേ, അല്ലെ എന്താണ് മാർബിള് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള നിലത്ത് എന്താണ് വളരെ ഭംഗിയിൽ എന്താണ് മേശയും ടേബിളും അതുപോലെ ചെയറൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, ടി വി, ഹോം തിയേറ്റർ ആദി ബൈഠക് की शोभा बढ़ाते हैं और ग्रेनाइट चमकने वाली रसोई में फ्रिज മൈക്രോവേവ് ആദി രഖ്നെ പർ ശോഭ ഓർ ബഡ്തേ ഹെ. അവൾ എന്താണ് കിച്ചണിനെ കുറിച്ചും അതുപോലെ റൂമിനെ കുറിച്ചും അവിടെയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാണ്, സ്വപ്നം കാണാണ്. എന്താ സംഭവിക്കുന്നത്, മസ്ഹരി की सुरक्षा में सूरज की धूप फैलने तक वह सो पड़ी. ആ ഒരു മേൽക്കൂരയുടെ ഉറപ്പിൽ അവൾ എന്താണ്, സൂര്യൻ ഉദിക്കുന്നവരാൾ സുഖമായിട്ട് കിടന്നുറങ്ങി. കിടന്നുറങ്ങുന്ന സമയത്ത് കിടന്നുറങ്ങുമ്പോൾ എന്താ സംഭവിച്ചത്, ജാഗുടനേക്കാ പൂർവ്വ ഹി ഉസ്മേ ബാങ്ക് കാ നോട്ടീസ് ദേക്കാ. ഉറക്കം പൂർണ്ണമായില്ല, അപ്പോഴേക്ക് ആ സ്വപ്നമാണെങ്കിൽ പോലും സ്വപ്നത്തിലേക്ക് ബാങ്ക് നോട്ടീസാണ്, ഒരു ജപ്തി നോട്ടീസാണ് അവൾ സ്വപ്നം കാണുന്നത്. ദെൻ നോക്കിക്കേ, ജോ ഏക് ധംകി ഹേ ഇസ്ലിയേ സപ്ന ദേഖ്ന ഭി ഉസ്കേ ലിയേ ഡർവാന ബൻ ജാതാ ഹേ. അതായത് സ്വപ്നം കാണാൻ പോലും എന്താണ്, ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. സപ്നെ കാ ഭി ഹക്ക് നഹി ഏക് കടർ സത്യ കാ पर्दाफाश करता है कि उस मजदूरिन जैसे गरीब लोगों के सपने देखने का भी अधिकार ही नहीं. അതായത് ഒരു സത്യത്തെ അല്ലെ ഒരു യഥാർത്ഥ സത്യത്തെ തുറന്നു കാട്ടുന്നത് ഈ പാവപ്പെട്ട ആളുകൾക്ക് എന്താണ്, സ്വപ്നം കാണാൻ പോലുമുള്ള എന്തില്ല, ഒരു ഭാഗ്യമില്ല, അല്ലെങ്കിൽ അതിനു പോലുള്ള ഒരു അധികാരമില്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു കവിതയെ മുന്നോട്ട് കൊണ്ടുപോയത്. ഓക്കെ, പോയിക്കൊണ്ടിരിക്കുന്നതെന്നല്ല, കൊണ്ടുപോയത്. ഓക്കെ, യെസ്. അപ്പൊ ഈ ഒരു കവിത പഠിക്കാതെ പോകരുത്, ഉറപ്പായിട്ടും 6 മാർക്കിന് ഈ ഒരു കവിത ചോദിക്കും. അടുത്ത ചോദ്യം നോക്കടാ. നമുക്കിവിടെ ഒരു വരികൾ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആസ്വാദന ടിപ്പണി അതുപോലെ ടിപ്പണി ആയിട്ട് ചോദിക്കുന്ന ഒരു രീതിയിലുള്ള കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ച ചോദ്യമാണ്. യേ ദോസ്തി ഹം നഹി തോടേങ്കെ. ഈ പാട്ട് നിങ്ങൾക്ക് അറിയാലോ, തോടേങ്കെ ദം മഗർ തേരെ സാത്ത് ന ചോടേങ്കെ. നിങ്ങൾക്ക് ഒരു ഫിലിമി ഗീത പഠിക്കാനുണ്ട്. അപ്പൊ ദോസ്തിനെ കുറിച്ച്, ഫ്രണ്ടിനെ കുറിച്ച് എന്ത് ചെയ്യണം, എന്താണ് ദോസ്തിക്ക് വിശേഷതാവും പർ ടിപ്പണിയിലേക്ക് ഫ്രണ്ടിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ടിപ്പണി തയ്യാറാക്കുക. അപ്പം നമുക്ക് നിർബന്ധമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ച ചോദ്യമാണ്, പഠിക്കാം. ഓക്കെ, ദോസ്തി ഹി ജിന്ദഗി എന്നൊരു ഹെഡിങ് കൊടുക്കാം. നോക്കിക്കോ, दोस्ती ऐसी जादू है जो जिंदगी भर दोनों को एक ही धागे पर बांध लेती है. ഒരു മാജിക് ആണ് അല്ലേ, അതായത് എന്താ, ഒരു നൂലിൽ കെട്ടിയിട്ട പോലെ കോർത്തിണക്കിയ പോലെയാണ് എന്താ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. സച്ചേ ദോസ്ത് ऐसे होते हैं कि दम छोड़ने पर भी दोस्ती नहीं छोड़ेंगे. ഒരു യഥാർത്ഥ ഫ്രണ്ട് എന്ന് പറയുന്നത് എന്താ, മരിച്ചു കഴിഞ്ഞാലും എന്താണ് ആ സുഹൃത്ത് ബന്ധം അവസാനിപ്പിക്കില്ല അല്ലെ, എപ്പോഴും അവരുടെ ഓർമ്മയിൽ നിൽക്കും. അതാണ് ഒരു യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. दोस्त हर प्रकार के कार्य में हाथ भंडाने वाला व्यक्ति होता है जिसे आप अपने दिल की हर बात साझा कर सकते हैं
और कई ऐसी परिस्थितियों में दोस्त आपके उत्साह और जोश को बढ़ाकर कार्य का സമ്പന്ന കർണമേ മദത് കർത്തേ ഹെ. നമ്മളെ ജീവിതത്തിലുള്ള വിഷമങ്ങൾ കേൾക്കാനും പരിഹാരം കണ്ടെത്തി തരാനും നമ്മളുടെ കാര്യത്തിൽ എന്താ തീരുമാനം എടുക്കാനുള്ള ഒക്കെ അവകാശം ഒക്കെ എന്തുണ്ടാവും ഒരു യഥാർത്ഥ സുഹൃത്തിന് കൊടുക്കും അല്ലേ. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ വിഷമം പറയാതെ തന്നെ അവർ മനസ്സിലാക്കും അല്ലേ, നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കും, സന്തോഷത്തിൽ നമ്മളുടെ കൂടെ സന്തോഷിക്കും. ഇതൊക്കെയാണ് എന്താ ഫ്രണ്ട്ഷിപ്പ്, യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഹം അപ്നി പൂരി ജിന്ദഗി അകേല നഹീ ജീ സക്തേ, ഖുഷി സേ ജീനെ കെ ലിയേ കിസി ബറോസ് മത് ദോസ്ത് കി ജറൂരത് ഹോത്തി ഹെ. നമ്മുടെ ജീവിതം ഒറ്റയ്ക്കല്ല അല്ലേ, അതായത് ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതല്ല. നമ്മുടെ കൂടെ യഥാർത്ഥ ഒരു സുഹൃത്ത് നമ്മളെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ജീവിതം അത്രയ്ക്കും അടിപൊളിയായിരിക്കും അല്ലേ. അന്യ മഹത്വപൂർണ്ണ വസ്തുओं के होने पर भी एक इंसान के जीवन में दोस्ती बहुत മൂല്യവാൻ റിഷ്ത ഹേ. എന്തുണ്ടെങ്കിലും എന്താണ് സുഹൃത്തുമായിട്ടൊരു ബന്ധം അല്ലെ, ഒരാളുടെ ജീവിതത്തിലുള്ള ആ ഒരു റിലേഷൻ റിഷ്ത ബന്ധം എന്ന് പറയുന്നത് വളരെ മൂല്യമുള്ള വാല്യൂ ഉള്ള ഒരു ബന്ധം തന്നെയാണ്. പിന്നെ അച്ചി ബൂരി യാദേം ബാണ്ട്നെ കെ ലിയേ ഏക് അച്ഛേ ദോസ്ത് കി ജറൂരത് ഹോത്തി ഹേ. നല്ലതും ചീത്തയും നമ്മുടെ വിഷമവും സന്തോഷവും ഒക്കെ ഷെയർ ചെയ്യാനും നമുക്ക് പറയാനൊക്കെ പറ്റിയൊരു സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? അപ്പം ഈ ഒരു ദോസ്തിനെ കുറിച്ചുള്ള ടിപ്പണി നിർബന്ധമായിട്ടും ചോദിക്കും, പഠിക്കാം. അടുത്ത ചോദ്യം നോക്കിക്കേ, അടുത്തത് ആത്മകഥാംശം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ആത്മകഥാംശിലെ ആത്മകഥ നമുക്ക് എഴുതാനുണ്ടാവും. ആത്മകഥ എന്ന ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. ആരുടെ? മുർക്കിക്ക് ആത്മകഥാംശമാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. മുർക്കിയെ കുറിച്ച് പറയാണ്. അപ്പൊ അവളെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടാവും നമുക്ക് നോക്കാം. മേ മുർക്കിഹും, ഞാൻ ആരാണ്? മുർക്കിയാണ്. രാജ്വന്തി മാനെ യഹ് നാം രഖാ ഥ. രാജ്വന്തി ആണ് എന്ത്? രാജ്വന്തി അമ്മയാണ് എനിക്ക് ഈ പേര് ഇട്ടത്. മേ മാതൃഹീൻ ഥി, എനിക്ക് അമ്മയില്ലായിരുന്നു. കുമാർ കോ പാലൻ കെ ലിയേ മേ യഹാം പഹുഞ്ചിലെ, കുമാരെ നോക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പിതാനെ पैसे लेकर एक धनी दूजे व्यक्ति के साथ मेरा विवाह करवाने का निश्चय किया. ഒരു എന്താണ് ധനികനായിട്ടുള്ള വ്യക്തിയായിട്ട് എൻ്റെ കല്യാണം നിശ്ചയിക്കാൻ അച്ഛൻ തീരുമാനിച്ചു. ദെൻ യഹ് ജാൻകർ മേം ഏക ഷഹരി ലഡ്കെ കെ സാത്ത് ഭാഗ് ഗയി. അത് കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ പട്ടണത്തിലുള്ള ഒരാളുടെ കൂടെ ഓടിപ്പോയി. ഉസ്നെ മേരി സാരി സംബന്ധി ബേച്ച് കർ ഏക് ഘർ ബനായ. എൻ്റെ സമ്പത്ത് എൻ്റെ കയ്യിലുള്ളതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു? ഒരു വീടുണ്ടാക്കി. എന്നിട്ടോ ലേക്കിൻ ഉസ്നെ മേരി ചാബി ഛീൻ ലി ഓർ മുझे छोड़कर दूसरी स्त्री के साथ भाग गया. എന്നിട്ട് അവർ ലാസ്റ്റ് എന്ത് ചെയ്തു? എന്നെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുടെ കൂടെ അവര് പോയി. एक दयालु व्यक्ति की सहायता से मैं फिर मां के यहाँ पहुंची. ഒരു ദയാലുവായിട്ടുള്ള മനുഷ്യന്റെ ഹെൽപ്പ് കൊണ്ട് ഞാൻ വീണ്ടും എവിടെ എത്തി? അമ്മയുടെ അടുത്ത് തന്നെ എത്തി. മാ ने मुझे आश्रय दिया. അമ്മ എനിക്ക് ആശ്രയം തന്നു. चाबी मुझे देकर मां ने मुझे यहाँ आजीवन ठहरने का वचन भी दिया. नहीं तो मेरी हालत क्या होगी कल्पना नहीं कर सकती. ഓക്കെ, അപ്പൊ അവളെ കുറിച്ചില്ല, അതായത് പോയി വന്നപ്പോഴും എന്ത് ചെയ്തു? എന്നെ അമ്മ സ്വീകരിച്ചു. ഞാനിപ്പോൾ ഇവിടെ ഹാപ്പിയാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് നമ്മളുടെ മുർക്കിയുടെ ആത്മകഥയായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള റിപ്പീറ്റായി ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 55 മാർക്കിൽ കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പഠിച്ചാൽ കിട്ടും. അത് ഉറപ്പാണ്, പഠിക്കാതെ പോകരുത്. ദെൻ ഇതിൽ കൂടുതലായിട്ട് വളരെ സിമ്പിളായിട്ട് ഇനിയും വരാനുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് കറക്റ്റ് 7 മണിക്ക് നമ്മൾ ഒരു അടിപൊളി ലൈവായിട്ട് വരുന്നുണ്ട്. എല്ലാ ചാപ്റ്ററിലൂടെ നമ്മൾ കടന്നു പോയിട്ട് A to Z കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. കൂടാതെ നിങ്ങൾക്ക് നാളെ വരാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും? ഒന്നും കൂടി എന്ത് ചെയ്യും? ഇവിടെ പറഞ്ഞാൽ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യും. സോ കറക്റ്റ് 7 മണിക്ക് നിങ്ങൾ എല്ലാവരും വരിക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. യെസ്, ഇതുപോലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് മിസ് നെക്സ്റ്റ് വീഡിയോയിൽ വരും. അപ്പം